കോലേജ് ഇഷ്ടമാണോ? ഇഷ്ടമെന്ന് പറഞ്ഞു പറയണു. എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കരുത്, ചിരിക്കാതെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. കോലൈസ് എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറ. കോലൈസ് മാത്രമല്ല, എനിക്ക് വാട്ടയൊക്കെ ഇഷ്ടമാണെന്നും പറ. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. വിധവ എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നവരും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് രേണു. എന്ത് പറയുക, വിധവകളുടെ എല്ലാം റെപ്രസെന്റേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നവരും ഒക്കെ ഇതൊന്ന് കാണണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് അങ്ങോട്ട് കമന്റ് ചെയ്ത് വിട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ രേണു പറഞ്ഞ ഒരു കള്ളമല്ല, ജനങ്ങളെ ഫൂളാക്കിയ കാര്യം. കോട്ടയത്തുകാരി അച്ചായത്തിയെ എന്താണെന്നുള്ള കാര്യം ഇവരുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ അമ്മ ഈ പറയുന്ന രേണുവിന്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് മുന്നോട്ട് എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. രേണുവിന്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ വന്നു ഇവരെവിടെ ഉള്ളവരാണ്, ഇവരെവിടുത്തുകാരിയാണ് എന്നുള്ള കാര്യം. പിന്നെ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവര് കാരണം ബുദ്ധിമുട്ടുന്ന ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, സത്യം പറഞ്ഞുണ്ടല്ലോ, ആ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. എവിടോ തോട്ടത്തിൽ കിടന്നത് ഞങ്ങളെ വിളിച്ചോണ്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പറമ്പിൽ വസ്തു കൊടുത്തിട്ട് 40 ലക്ഷത്തോളം വില വരുന്ന വസ്തു കൊടുത്തിട്ട് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ വസ്തു വിൽക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. എല്ലാത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ കോലൈസ് ഒന്ന് കേട്ടു നോക്കുക, അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. എന്തായാലും കോലൈസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഫ്ലാറ്റിലാണ് താമസം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം കോലൈസ് കണ്ടു നോക്കാം. കോലേജ് ഇഷ്ടമാണോ? സാർ എവിടെയായിരുന്നു? കോലൈസ് മാത്രമല്ല, എല്ലാ ഐസും രേണുവിന് ഇഷ്ടമാണ്. കോലൈസ് എന്ന് പറയുമ്പം അതൊരു പ്രത്യേകതരം ഇഷ്ടം കൂടുതലാണ്. അത് കോലൈസ് ഇഷ്ടമാണ് അല്ലയോ? ഓക്കെ, എന്തായാലും രേണുസുതിയെ വെച്ച് എല്ലാവരും റീച്ച് ഉണ്ടാക്കുകയാണെന്നാണ് രേണുസുതി പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കാരണം ഈ സരോജ് കുമാറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സരോജ് കുമാറിന്റെ ഒരു 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 എന്താ പറയുക, ഒരു ലേഡീസ് പതിർപ്പാണ് ഈ പറയുന്ന സാധനം. ലേഡീസ് സരോജ് കുമാർ, ഒന്ന് കേട്ടു നോക്കി. കേരളത്തില് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകട്ടെ. സോ ഹാപ്പി. പുതിയ പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? രേണുസുതി ഞാൻ ഇന്ന് നോക്കി എനിക്ക് നല്ല രീതിയിലല്ല എന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. നിങ്ങളങ്ങ് നിൽക്കുന്നു. നിങ്ങളെ ഇഷ്ടമല്ല ആൾക്കാർക്ക്. ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണണമെന്ന് പേടിച്ചിരിക്കുക ആൾക്കാർ. ഓരോ ദിവസവും മൊബൈൽ തുറക്കുമ്പോഴേ ആൾക്കാർ പേടിക്കുകയാണ്. ഇപ്പൊ പിള്ളേരെയൊക്കെ പേടിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നതെന്നാ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മൊബൈൽ തുറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പിള്ളേർക്ക് ഫോൺ വേണ്ട. കാരണം മുമ്പൊക്കെ പിള്ളേർ ഗെയിം കളിക്കാനൊക്കെ ഫോൺ എടുക്കുമായിരുന്നു. ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ രേണുവിനെ കാണുമ്പോഴത്തേന് പിള്ളേർക്ക് പേടിയാണ്. അതുകൊണ്ട് ഇപ്പൊ പിള്ളേർ ഫോൺ പോലും എടുക്കുന്നില്ലെന്നാ പറയുന്നത്. അമ്മമാർ കൊണ്ട് ഫോൺ കൊടുത്താലും പിള്ളേർക്ക് ഫോൺ വേണ്ട. അങ്ങനെ പിള്ളേർ പേടിച്ചു തുടങ്ങിയിരിക്കുക. എന്നിട്ട് പറയുക തള്ള. പോരട്ടെ. ഞാൻ ഇന്ന് നോക്കി എനിക്ക് ചിരിയും കൂടെ വന്നു. ഏതോ ഒരു സ്ത്രീ, അവരാരാ എന്താണെന്ന് പോലും എനിക്കറിയാം. രേണുസുതിനെ കണ്ടിട്ടൊക്കെ തകർക്കുക. വ്യൂസ് നോക്കിയപ്പോ 3.6K ഒക്കെ ആയി ഒരു ഇത്ര മിനിറ്റ് കൊണ്ട്. ആക്ച്വലി അവരൊക്കെ വലിയ ബ്ലോഗർ ആകട്ടെ എന്റെ പേര് വെച്ചിട്ട്. ഇപ്പൊ കേരളത്തില് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരേ ഒരു ആളല്ലേ ഞാൻ. എന്നെ വെച്ചിട്ട് വിവാദം ഉണ്ടാക്കട്ടെ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകട്ടെ. സോ ഹാപ്പി. അങ്ങനെ അങ്ങ് പറയാതെ. അങ്ങനെ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരാണ് വരുന്നത് അത് കാണാൻ. കാരണം നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല. അതാണ് നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എത്ര പേരാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഒന്നും വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഇല്ല എങ്കിൽ കേൾക്കാം പ്രേക്ഷകരെ നിങ്ങൾക്ക്. ഇത് എന്താണ് ഇവര്? എന്നിട്ട് പറയാ ഞാൻ ഏതാണ്ട് വലിയ ഹീറോയിനാണെന്നുള്ള കാര്യം. ഇങ്ങനെ ഐശ്വര്യറായി അല്ലയോ? പിന്നെ പുള്ളിക്കാരി എപ്പോഴും പറയും കേട്ടോ, എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ എന്നൊക്കെ. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. പക്ഷെ അത് കേക്ക്, ഞാൻ പറയാം. തൊഴിലുറപ്പിന് പോകാൻ പറ്റും. എന്റെ ഒരു ഹെൽത്ത് വെച്ചിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പണി ചെയ്ത് കുടുംബമൊക്കെ നോക്കുന്നു. പിന്നെ അതെ, എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത ആരോഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന പണിയൊക്കെ ഞാൻ എന്താ പറയാ ചെയ്തുകൊണ്ട് പോകുന്നു. കാരണം എല്ലാവരെയും പോയി ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും അവരുടെ കൂടെ എന്താ പറയാ ഫ്ലാറ്റിൽ പോയി താമസിക്കാനും ഒക്കെ എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അതൊക്കെ എനിക്ക് ആരോഗ്യമുണ്ട്. പക്ഷേ തൊഴിലുറപ്പിന് പോകാൻ ആരോഗ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. തൊഴിലുറപ്പിന് പോകുന്ന ഇവരെക്കാട്ടിലും എന്താ പറയാ വണ്ണം കുറഞ്ഞവരും എല്ലാം ഉണ്ട് തൊഴിലുറപ്പിന് പോകുന്നവര്. കുടുംബം നോക്കാനായിട്ടാണ് തൊഴിലുറപ്പിന് പോകുന്നത്. അത് മോശം പണിയൊന്നുമല്ല. അപ്പൊ അവിടെ പോകുന്നത് രേണുവിനെക്കാട്ടിലും എന്താ പറയാ ചെറിയ കനം കുറഞ്ഞവര് ഒക്കെ ഉണ്ട്.
അവർക്കൊക്കെ ആരോഗ്യം ഇല്ലാത്തവർ വരെ പോകുന്നുണ്ട്. എത്ര പ്രായമായവര് വടിയും കുത്തിക്കൊണ്ട് പോയി പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ആരോഗ്യമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല ആരോഗ്യമല്ലേ. അപ്പൊ അതല്ല, അത് ചെയ്യാൻ പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ പോലെ. എന്തിനാ വെറുതെ എനിക്ക് ആരോഗ്യമില്ല എന്ന് പറയുന്നത്? എന്തിനാ പറയുന്നത്? അത് പറയില്ല കേട്ടോ. കുറ്റം പറയുന്നത് പറഞ്ഞോണ്ടിരിക്കും. അത് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നതല്ലേ. റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം എന്നെ വെച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവും എന്നെ ഇട്ട് വാരി അലക്കി കഴിഞ്ഞാൽ അപ്പൊ മുഴുവനും ഇതാവും. മുക്കിലും മൂലയിലും അല്ല രേണുസുധിയുടെ നെഗറ്റീവ് കണ്ടന്റ് ഇങ്ങനെ പൊങ്ങി ഓരോരുത്തർ അതാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനെന്തിനാ അവർക്കൊരു വ്യൂസ് കൊടുക്കുന്നത്? സോ മുക്കിനും മൂലയിലും ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു, അവര് എന്താ പറയാ ആഹാരം കഴിക്കുന്നു. അതെ, അവരെന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുന്നു. ലേഡി സരോജ് കുമാർ പറയുകയാണ്. എന്താ ഇതിനൊക്കെ പറയുന്നത്? ഇവരെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇവരെ എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നുവെന്ന്. ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ആരാണ് മിണ്ടാതിരിക്കുന്നത്? പിന്നെ ഇവരിപ്പോ വലിയ കാര്യത്തിൽ വർത്തമാനം പറഞ്ഞല്ലോ. എന്താ പറയാ, എനിക്ക് ജോലി എടുക്കാൻ പറ്റത്തില്ല, ഞാൻ എന്താ പറയാ തൊഴിലുറപ്പിന് പോകാൻ എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന തൊഴിൽ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ. ഇവർക്ക് അറിയാവുന്ന തൊഴിൽ എന്താണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉമ്മ വെച്ച് പരിചയമില്ലാത്തോണ്ടല്ലേ? അങ്ങനെ നിന്ന് കൊടുക്കുക. നിന്ന് കൊടുത്ത് അവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു സാധാരണ എന്താ പറയാ ഒരു മാനമര്യാദയൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീകളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ, അല്ലൊന്ന് മാറി നിന്നേനെ. അവൾ അവിടെ അങ്ങ് നിന്ന് കൊടുക്കുകയാണ്, അവൻ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും ഇവക്ക് കുഴപ്പമില്ല. ഇത് അഭിനയത്തിന്റെ സമയമൊന്നുമല്ല. ഇതങ്ങ് പിടിച്ചു നിൽക്കുക. അവിടെ പിന്നെ ഡയറക്ടർ വരെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ചക്കായിട്ട് നിൽക്കുന്നേ? ഡയറക്ടർ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ എന്താ പറയുക ആരോഗ്യമുള്ള പണി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടോണോ? ഉമ്മ വെച്ച് പരിചയമില്ലാത്തോണ്ടല്ലേ? പരിചയമില്ലല്ലോ. ആരോടാ അല്ലേ? ഉണ്ടോ? ഞാനില്ലാന്നട്ടാ വിചാരിച്ചു. അവൻ പറയാ ഉമ്മ വെച്ച് പരിചയമില്ല എന്ന് മീഡിയക്കാരൻ ചോദിച്ചപ്പോ അവൻ പറയുന്ന കാര്യം കേട്ടോ. ആരോടാ? അപ്പോഴത്തേന് അവള് വായിക്കാത്ത നാക്ക് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ പ്രേക്ഷകരെ? എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാവുന്നവർ തന്നെയാണ് ഈ വീഡിയോ കാണുന്നവരല്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നിങ്ങൾ കമന്റ് ചെയ്യും എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ റൂം എടുക്കത്തില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്ക് ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിനുള്ള അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് എന്തൊക്കെയാ സാധനങ്ങൾ? പറയടാ, നീ പറയടാ. എന്റെ ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് നീ പറയടാ. കാരണം രേണുവിന്റെ ഡ്രസ്സ് എന്താണെന്നുള്ളത് രേണുവിന് അറിയത്തില്ല. ഇപ്പൊ നമ്മളെവിടെങ്കിലും പോയി നമ്മളൊരു ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡ്രസ്സ് എന്തായിരിക്കും അവിടെ ഇരിക്കുന്നതെന്ന്. പക്ഷെ രേണുവിന് അറിയത്തില്ല. കാരണം പലയിടത്ത് പല ഡ്രസ്സുകളാണല്ലോ വെച്ചിരിക്കുന്നത്. ഇവിടെ അറിയാവുന്നത് ഇവനാണ്. ഇവന്റെ ഫ്ലാറ്റിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സ് എന്താണെന്നുള്ള കാര്യം അവന് കൃത്യമായിട്ട് അറിയാം. അവിടെ താമസിക്കുന്നത് അതെത്ര ഇതോടുകൂടിയാണ് പറയുന്നതെന്ന് അറിയാമോ? കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പറയുന്നുമുണ്ട്. ഇത് മുമ്പേ ഞാലിയാൻകുഴിയിലുള്ള ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അവരൊന്നും വോയിസ് പുറത്തു വിടാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവർ യേസ് എന്ന് മൂളിയാൽ ആ വോയിസ് എല്ലാം പുറത്തു വരും. ഡ്രസ്, ഒരു ബാഗ്, പിന്നെ കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന? എന്തൊക്കെയാണ് ഡ്രസ്സ് അതൊക്കെ? ചിരിച്ച് മറിയാണ്. ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് എന്ത് സന്തോഷമാണ്. കാരണം പിള്ളേരെ പോറ്റാൻ വേണ്ടിയാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്. സുധി മരിച്ചതുപോലും ഈ പറയുന്ന ചേച്ചി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവര്. സുധിയുടെ പേര് ചുമ്മാ കയ്യേല് പ്രകസനത്തിന് വേണ്ടി എഴുതി വെച്ചുകൊണ്ട് നടക്കുക. സുധിയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ആട്ടമാടുന്ന ആൾക്കാരാണ്. എന്തായാലും ഇതൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇത് നിങ്ങൾ കേക്ക. വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ആരെയും കൊണ്ടും പറ്റത്തില്ല. കാരണം വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് വട അവിടെ തപ്പി നോക്കും. അപ്പൊ ഇവൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇവളെന്തോ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഇവൾ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവളെ തല്ലി ഓടിക്കാൻ നാട്ടുകാർ അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഏത് സമയത്തും ഇതിനെ എറിഞ്ഞു ഓട്ടിക്കുക വിടുന്ന ആൾക്കാർ.
തങ്കച്ചൻ വരെ എന്തോ അതിനെ തല്ലി ഓടിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ തങ്കച്ചൻ ഓടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പൈസ, ദുഡ്, മണി 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 ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവരുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. എവിടെ കിടന്നവരായിരുന്നു എന്നുള്ളതും ഏത് നാട്ടുകാരായിരുന്നു എന്നുള്ളതും. കോട്ടയത്തെ അച്ചായത്തി എന്താ പറയാ, മാജിക് മൂവ്മെന്റ് 2 അടിച്ചാലേ ഉറക്കം വരുത്തുള്ളെന്നും ഞങ്ങൾ കോട്ടയത്തെ അച്ചായത്തിമാര് നല്ല രീതിയിൽ കാച്ചുമെന്നും പറയുന്ന ഈ പറയുന്ന രേണു എവിടുത്തുകാരാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. എന്റെ മക്കള് എന്റെ അല്ല, എന്റെ സ്വഭാവം എനിക്ക് എല്ലാരെയും ഒരു പേടിയാ. പക്ഷെ പപ്പായി മക്കൾ രണ്ടും ഒരുപോലെ. ഞാൻ ആരോടും ഒന്നിനും ഇല്ല. ഒതുങ്ങി ഞാൻ വീട്ടിന്റെ അടുക്കള ഒതുങ്ങിയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്രയും മാത്രമേ. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പപ്പായൊക്കെ ഇവിടെ ചീന്തലാറുകാരല്ലേ, ഇവിടുത്തെ പോലൊന്നും അല്ല. അവരെന്ന് പറഞ്ഞ എവിടുത്തുകാരെന്നാണെന്ന് പറഞ്ഞത്? ചീന്തലാറുകാരൻ. ചീന്തലാർ എന്ന് പറഞ്ഞാൽ എവിടാന്നറിയാമോ? അതായത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെല്ലാം കൂടെ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ് അവിടെ. ഓക്കെ, അവിടുത്തെക്കാരാണ്. എന്നിട്ടാണ് ഈ ചേച്ചി പറഞ്ഞ കാര്യം കോട്ടയംകാരിയാണെന്ന്. അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വീട്ടിലുള്ളവരെല്ലാരും ഒരുമിച്ച് എന്നാലും പപ്പാമാരൊന്നും, എന്നാലും എത്ര കസിൻസ് ആണെങ്കിലും വീട്ടിലുള്ളവരാലും നമ്മൾ മുതിർന്നവരുടെ മുന്നൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. ഇന്ന് വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ഇതിന്റെ ഒരു ഗുരു ആരെതിന് തുടക്കം ഇട്ടുന്നത്? സുചേട്ടൻ തന്നെ. സുതിച്ചേട്ടനല്ല, എന്റെ മാമന്മാരൊക്കെ നന്നായി കഴിക്കായിരുന്നു. ഒരു ക്രിസ്മസിനൊക്കെ കഴിക്കുമായിരുന്നു. മാമന്മാരെ ചെറുതിലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഇവരൊക്കെ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ കോട്ടയക്കാരല്ലേ, നമ്മൾ ക്രിസ്മസിനൊക്കെ 2 അടിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ കോട്ടയംകാരൊക്കെ അല്ലയോ ക്രിസ്മസിനൊക്കെ 2 അടിക്കുന്നു. എവിടുത്തെ കോട്ടയംകാരാ നിങ്ങൾ? എവിടുത്തെ കോട്ടയംകാരാണ് അത്? നിങ്ങളൊന്ന് പറ. നിങ്ങൾ അവിടെ ആ കോളനി കിടന്നവരാണ്. അവിടെ നിന്ന് നിങ്ങൾ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ആ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ആ പാസ്റ്ററായിട്ടുള്ള ബിനു, ബന്ധുക്കോസുകാരനായിട്ടുള്ള ബിനുവുമായിട്ടുള്ള ഒരു കല്യാണം, അത് കഴിഞ്ഞതിന് ശേഷം അവനെ വിട്ടിട്ട് സുധിയുടെ കൂടെ പോയ കഥ, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഈ പറയുന്ന ബിനുവിനെ കുറിച്ചും ഈ പറയുന്ന രേണു പറയുന്നുണ്ട്. അതോടൊന്ന് കേട്ടേ നിങ്ങൾ. മുമ്പ് സുധിച്ചേട്ടനെ കല്യാണം കഴിക്കുന്ന വേറെ ഭർത്താവുണ്ട്. ആ രീതിയിൽ ഒരു പാസ്റ്ററോ? പാസ്റ്റർ അല്ല, അയാൾ പാസ്റ്റർ ഒന്നും അല്ല. ഞാൻ പെന്തിക്കോസ് കല്യാണം കഴിച്ചെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പാസ്റ്റർ അല്ല, അയാൾ പെന്തക്കോസിൽ ചേർന്ന് കെട്ടി. അയാളെ പറ്റി ഇപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. അയാൾക്ക് അത് പറയാനോ അയാൾക്ക് ഒരു ഫാമിലി ഉണ്ട്, അതൊന്നും കേൾക്കാനോ പറയാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അയാളുടെ പേരും പറയുന്നത്. അയാളോട്ട് ഒരു ബന്ധമില്ല. അവളാണ് ആ പരിപാടി ചെയ്തത്. ഞാൻ അങ്ങനെ വിളിച്ചോടി പോകേണ്ട എനിക്ക് കാര്യമില്ലായിരുന്നു. അതെ, പാസ്റ്ററിനെ കുറിച്ച് നിങ്ങളൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അവിടെ നിന്നപ്പോഴാണ് ഈ പറയുന്ന വേറൊരു വകുപ്പിലുള്ള മറ്റവനുണ്ടല്ലോ, അവന്റെ പള്ളിയിലെ ഒരു കള്ളൻ അച്ഛൻ ബിഷപ്പുണ്ടല്ലോ, പുള്ളിക്കാരന്റെ കൂടെ പള്ളിയിൽ ചേർന്ന് അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന സുധിയുമായിട്ടുള്ള കല്യാണവും പിന്നെ സുധിയെ കൊണ്ട് അവിടെ അടക്കുന്നതും ഒക്കെ നടന്നത് അവിടാണ്. ആ സമയത്താണ് ഈ പറയുന്ന സുധിയുമായിട്ടുള്ള ബന്ധമൊക്കെ നടന്നതൊക്കെ. ഓക്കെ, എന്തായാലും ഈ പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഇവര് കാരണം ബുദ്ധിമുട്ടുകയാണ് ഇപ്പം ബിഷപ്പ്. ഇത്രമാത്രം ദ്രോഹിക്കുന്നെന്ന് പറഞ്ഞാൽ വേറെ ആരും ഉണ്ടാകില്ല. ബിഷപ്പിന്റെ സ്ഥലം ഇവർക്ക് കൊടുത്തിട്ട് ആ വസ്തുവിന് ഒരു പ്രോബ്ലം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇവളാണ് എല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. ഇവളും ഇവിടെ അച്ഛനും ഒക്കെ കൂടിക്കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരെങ്കിലും വസ്തു മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞങ്ങ് ഉണ്ടാക്കുകയാണ്, അതിനെന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ. നിങ്ങൾ ഈ കണ്ടു നോക്കി, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കണ്ടു നോക്കിക്കേ, അവിടെ ഒരു വിഷയവുമില്ല. അതായത് 100 അല്ല 110, 100, 200, 300, 400 എത്ര 1000% ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെയാണ്. അങ്ങനെ ഓക്കെ ഇല്ല എങ്കിൽ ഈ പറയുന്ന ഈ രേണുവിന്റെ തന്നെ മക്കളുടെ പേരിൽ എങ്ങനെ ഇതിന് കരമടയ്ക്കാൻ പറ്റും? ഇത് നല്ല രീതിയിൽ ക്രയവിക്രയം നടക്കുന്ന ഒരു ഭൂമിയെ ഇല്ല, അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതിനെന്തോ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രേണുസുധിയുടെ കുറെ ടീമുകളും ചേർന്നുകൊണ്ട്. എന്തായാലും ഈ വസ്തു മേടിക്കാൻ വന്ന ഒരാളുടെ അനുഭവം നിങ്ങളൊന്ന് കേട്ടു നോക്കി. അവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ദേവിന്റെ ചാനലിൽ വന്നതാണ്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇത് നിങ്ങൾ കേൾക്കണം. അദ്ദേഹത്തെ എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഒരു കോളനി കിടന്നവരെ പിടിച്ചുകൊണ്ട് വന്ന് നല്ലൊരു സ്ഥലം കൊടുത്തിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഒന്ന് കേട്ടു നോക്കിയേ വോയിസ്. ആ മെത്രാന്റെ സ്ഥലം എന്ന് പറഞ്ഞാല് അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാ. അതായത് ഇങ്ങനൊരു ഏപ്പടത്തിലോ എന്തൊക്കെ അഭിനയിക്കുന്ന ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഇങ്ങനെയുള്ള ഇത് കാണുന്നതുകൊണ്ട് എൻ്റെ ഒരു ബ്രദറാണ് സത്യം പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ വന്നത്. അവര് പറഞ്ഞ് ആ സ്ഥലം നമുക്ക് വേണ്ട. അതായത് നല്ലൊരു നമ്മൾ എവിടെ ജീവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നോക്കുന്ന സ്ഥലം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണമല്ലോ. അതായത്
ഇങ്ങനൊരു സ്ഥലത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തുമാത്രം പൈസ മുടക്കി എന്നാലോചിക്കണം. പൈസ മുടക്കി അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോണ സമയം കഴിഞ്ഞു പോകും. സത്യം പറഞ്ഞു എവിടെ അവിടെ നിന്ന് കോട്ടയം പോവാം, ചങ്ങനാശ്ശേരി പോവാം, തിരുവല്ല പോവാം, ഏതൊക്കെ സ്ഥലത്തോട്ട് പോവാം. നല്ല സെൻട്രിൽ കിടക്കുന്ന സ്ഥലമാണ്. അത് വിറ്റ് പോകേണ്ട സമയം കഴിഞ്ഞു പോയതാ. പക്ഷെ ഇങ്ങനെ എന്നാ അറിയാം, ഇപ്പം എല്ലാരും പറഞ്ഞു എന്നാ അറിയാം. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞത്, അവിടെ ആ ഏരിയയിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ മൊത്തം ഈ സിനിമ സീരിയൽ അഭിനയിക്കാനാണ്, ഏപ്പടം അഭിനയിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് മൊത്തം. സത്യം പറഞ്ഞാൽ അറിയൂ, ആ ഫാദറിനെ സമ്മതിക്കണം. ആ പുള്ളിയായിട്ടാ പുള്ളി ഒന്നും മിണ്ടായിരിക്കും സത്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അതായത് ഇദ്ദേഹത്തിന്റെ ബന്ധുവിനെ കൊണ്ടുവന്നിട്ടാണ് സ്ഥലം കാണിച്ചു കൊടുത്തത്. അപ്പം ഈ പറയുന്ന രേണുസുധിയുടെ സ്ഥലത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ വീടിന്റെ അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. ഇത് മാത്രവുമല്ല, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് കോപ്രായമാണ് കാണിച്ചു വെക്കുന്നത്. ബിഷപ്പിന്റെ സ്ഥലത്തിരുന്നുകൊണ്ട് ഈ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, അവിടെ വരുന്നവരൊക്കെ ഈ രേണുവിന്റെ അടുത്താണോ വേണ്ടെന്നാ പറയണേ. ഇവളെന്ത് സെലിബ്രിറ്റി ആണെന്നാ പറയണേ. സാധാരണ ഒരു സെലിബ്രിറ്റിയുടെ അവിടെ സ്ഥലം മേടിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരും, ഇവിടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കി. അല്ല, വിഷമങ്ങൾ പറയുന്നത് നല്ലതായി. അതായത് എന്നാ പറയുക, ആ അച്ഛനെ ദ്രോഹിക്കുകയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് വെച്ചാൽ ആ സുധിയുടെ ഒരു പേര് വെച്ചാണ് ആരും മിണ്ടാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ ഫാദറിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്നത്. രണ്ടാമത് ഇവരോട് താമസിച്ചോട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവർ കാണിക്കുന്ന എന്നാ അറിയാം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. ഇവർ കാണിക്കുന്നത്, അതായത് നമ്മുടെ ജനങ്ങളെ മൊത്തത്തിൽ എന്നാ അറിയാം, ഒരു വീട്ടിൽ ഒരു പെങ്കൊച്ചുള്ള അല്ലെങ്കിൽ ഒരു ആങ്കൊച്ചുള്ളവൻ, ഈ നമ്മളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ വീഡിയോ കണ്ടോട്ടെ. നല്ല വീഡിയോ നമ്മൾ നല്ല ലൈക്കും കാര്യങ്ങളും കൊടുക്കും. ഇവരിപ്പം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ, ആ അച്ഛൻ്റെ സ്ഥലം വിറ്റ് പോകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അച്ഛൻ ഒരിക്കലും അവിടെ സ്ഥലം വിറ്റ് പോകരുത്. അതായത് സ്ഥലം അച്ഛൻ കൊടുത്തു പോയി, അതാണ് പറ്റിപ്പോയത്. ഞാൻ വേറൊന്നുമല്ല, നമുക്കൊരു എന്നാ അറിയാം, വേറൊന്നും കൊണ്ടും പറയുന്നതല്ല, എന്നാ അറിയാം, ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതായത് നേരെ ചൊവ്വേ ആൾക്കാർ വന്ന് മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ രേണുവിന്റെ വീടിന്റെ അടുത്താണ് കണ്ടുകൊണ്ട് ആൾക്കാർ മേടിക്കാൻ വരുന്നില്ല. പിന്നെ അഥവാ പോട്ട് ഇവൾ അവിടെ താമസിച്ചാലും കുഴപ്പമില്ല എന്ന് വന്ന് അത് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന് എന്തൊക്കെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം ഒരു കേസൊക്കെ കൊടുത്ത സമയത്ത് ഈ ആൾക്കാരെ വിളിപ്പിച്ചിരുന്നു. അപ്പം അവർ വന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതൊക്കെ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എൻ്റെ പൊന്നു പ്രേക്ഷകരെ. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ പോയി രണ്ട് തെറി പറയത്തില്ലേ? ഇദ്ദേഹത്തിന് അത് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഒരു ബിഷപ്പാണ്, ഒരു എന്താ പറയുക, ഒരു സമൂഹത്തിന്റെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സഭയുടെ എല്ലാം ഒരു മേലധ്യക്ഷനാണ്, 13ാമത്തെ ബിഷപ്പാണ് ആംഗ്ലിക്കൻ സഭയുടെ. അങ്ങനെ ഇരിക്കുന്ന ഒരാള് എങ്ങനെ പോയി അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏതോ കോളനിയിൽ കിടന്നവരാണ്, അവരുടെ വീട്ടിലേക്ക് ഒരു ബൈക്ക് പോലും പോകാതെ കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഈ പറയുന്ന ബിഷപ്പ് ഒരു 7 സെന്റ് സ്ഥലം കൊടുത്തു. അവർ 5 സെന്റ് സ്ഥലമാണ് ഈ പറയുന്ന ആരാണ് ഈ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. എന്നിട്ടൊരു 7 സെന്റ് സ്ഥലം കൊടുത്തു. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഒരു 40 ലക്ഷം രൂപ വില മതിക്കുന്ന ആ വസ്തു കൊടുത്തിട്ട് ആ വസ്തുവിൽ കയറി കിടന്നുകൊണ്ട് ആ വസ്തുവിന് കുഴപ്പമുണ്ടെന്ന് പറയുകയും അവിടെ മേടിക്കാൻ വരുന്നവരൊക്കെ ഈ ഒരു സാധനം അവിടെ കിടക്കുന്നതുകൊണ്ട് മേടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. നമ്മുടെയൊക്കെ പറമ്പിന്റെ അടുത്ത് ഈ ആചാര്യന്മാർ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും കാണിക്കുന്നത്? പോട്ടെ, നമ്മുടെ വസ്തുവിന്റെ ഉള്ളിലല്ല, നമ്മുടെ വസ്തുവിന്റെ തൊട്ട അയൽവക്കത്തൊക്കെ അവർ താമസിക്കാന്ന് വിചാരിച്ചോ. ചിലപ്പോൾ ഒരു ബിഷപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിരുമേനി ആയിരിക്കാം, ഒരു അച്ഛന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരായിരിക്കാം, അല്ലെ സന്യാസിമാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരായിരിക്കാം. അങ്ങനെയുള്ളവർ ആരെങ്കിലും അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ എങ്ങനെയായിരിക്കാം ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത്? കാരണം അവരൊരു മത പുരോഹിതന്മാരാണ് അവിടെ ഉള്ളത്, അവരോടൊരു കുറച്ചെങ്കിലും റെസ്പെക്ട് വേണം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? കാരണം അവരവിടെ താമസിക്കുന്നു, തൊട്ടടുത്ത് അച്ഛനാണ് താമസിക്കുന്നത്, അല്ലെ ഒരു ഉസ്താദാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വാമിജിയാണ് താമസിക്കുന്നത് എന്ന് അവിടെ താമസിക്കുന്നവർക്ക് ഒരു ബോധം ഉണ്ടാകത്തില്ലേ? എന്നാൽ ഈ ക്ലാപ്പുകൾ എന്താണ് അവിടെ കാണിക്കുന്നത്? ആ വീട്ടില് ആ സുധിയുടെ ആ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന കോപ്രായം നിങ്ങൾ കണ്ടോ?
അവന്റെ മണ്ടയിലോട്ട് കയറി കിടക്കുകയാണ്. ആരുടെ? ഈ പറയുന്ന ദാക്ഷസൻ എന്ന് പറയുന്നവന്റെ മണ്ടയിലോട്ട്. അവനും ഭാര്യയും ഇതൊക്കെ ഉള്ളതാ. ഈ പറയുന്ന അച്ഛന്റെ അമ്മയുടെ മുമ്പിലിരുന്നും സുധിയുടെ ഫോട്ടോയുടെ മുമ്പിലിരുന്നുമാണ് ഈ കോപ്രായം കാണിക്കുന്നത്. എന്ത് സൗണ്ടും എന്ത് ഒച്ചയുമാണ് അവിടെ നിന്നറിയാമോ? ആ മുമ്പ് ആ വോയിസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പടം പിടിക്കുന്നത്, അതായത് പടം പഠിക്കുന്നതിന്റെ മൂടാണ് അവിടെ എപ്പോഴും. ഇങ്ങനെ കിടന്ന് ചെലയും അലയുമാണ് അവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യന് എത്ര സമാധാനക്കേടായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അദ്ദേഹം അവിടെ ഒരു ഹട്ട് കെട്ടി താമസിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനത്തിന്. അദ്ദേഹത്തിന് വേറെ വീട് ഒക്കെ ഉണ്ട്, അമ്മയൊക്കെ വേറെ സ്ഥലങ്ങളിലാണ്, അമ്മയും സഹോദരിയൊക്കെ. അവിടെ പോയി അദ്ദേഹം താമസിക്കാം. എന്നാൽ അദ്ദേഹം ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഒരു ഹട്ട് കെട്ടി ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, മനസമാധാനം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ വസ്തു വിറ്റുപോകാതാകുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സാധാരണ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? അപ്പോൾ ആ മനുഷ്യന്റെ കാര്യം നിങ്ങൾ ഒന്ന് എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്. ഞാൻ കാരണം കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബിഷപ്പുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനൊക്കെ കാരണം ആ ശ്രീകണ്ഠൻ നായരാ. സത്യം പറഞ്ഞുണ്ടല്ലോ. അദ്ദേഹം വന്നിട്ടാണ് ഈ ബിഷപ്പ് താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചു എന്താ പറയുക, ഒരു ദൈവത്തെ വിളിക്കുന്ന അമ്മ മക്കള് എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തത്. ഇതിപ്പോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷമായി മാറി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ദോഷമായി മാറി. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.